വീട്ടിൽ കയറലേന്ന് പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെട്ടെന്നുള്ള വെള്ളം വരവായിരുന്നു. ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പേ ഇത്രയും വെള്ളം ഞങ്ങളുടെ വീട്ടിലേക്ക് കയറിയത്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അകത്തും പുറത്തും എല്ലാം ഒരേ രീതിയിൽ വെള്ളമായിരുന്നു. ഇത്തവണ വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ലെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. വണ്ടി വീട്ടിലും വെക്കാൻ പറ്റില്ല, റോഡിലും വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒഴുക്കും വെള്ളം കയറ്റുമാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. വെള്ളം കയറാത്ത കലക്കുകൾ നോക്കിയാണ് ഇപ്പോൾ ഇവരുടെ താമസം. പാമ്പുകൾ ഇപ്പം വെള്ളത്തിൽ മാത്രമല്ല കരയിലൂടെ നടക്കാറുണ്ട്. വെള്ളം കയറി പിന്നീട് എല്ലാവർക്കും വള്ളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ആശ്രയം. കര കാണാവുന്ന വീടുകളിൽ ചെന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെ ഞങ്ങൾ തിരിച്ചു വരാറുണ്ട്. ഞങ്ങളുടെ പ്രദേശത്ത് വിരലിലെണ്ണാവുന്ന രീതിയിൽ 1, 2, 3 വീടുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ വീട്ടിൽ തന്നെ വെള്ളം കയറാറുണ്ട്. വെള്ളം കയറിയ പിന്നെ ചെറിയ വണ്ടികൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. വലിയ ജീപ്പുകളോ വലിയ വണ്ടികളും മാത്രമേ പോകത്തും. പിന്നെ മെയിൻ വള്ളമായിരിക്കും. എല്ലാ വീടുകളിലും വെള്ളമില്ലെങ്കിലും വെള്ളമുള്ള വീടുകൾക്ക് അത് ഭയങ്കര ഉപകാരമാണ്. ദൂരെന്നും പുറമേന്നും ഒക്കെ നോക്കുമ്പോൾ എത്ര മനോഹരമായ ഒരു സ്ഥലമാണ് കുട്ടനാട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവർക്ക് എന്തോരം ദുരിതങ്ങളായിരിക്കും. മുട്ടിന് മുകളിലേക്കുള്ള ഈ വെള്ളം എന്ന് അവസാനിക്കുമെന്ന് മാത്രം അറിയാം.